ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ കുക്കിംഗ് ചാനൽ. ഇന്ന് പഞ്ചാബി ഡിഷായ പാട്ടിയാല ചിക്കൻ കറി ഉണ്ടാക്കാം. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഏകദേശം 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മസാല തേച്ച് വെക്കാം. നമുക്ക് പഞ്ചാബി ഡിഷ് മലയാളത്തിലേക്ക് ചെറുതായിട്ടൊന്ന് കേരളീയൻ തനിമയിലേക്ക് മാറ്റിയിട്ടുണ്ടാക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത്, അതുപോലെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ചിക്കന് വേവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം. ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. കൂടെ ഏകദേശം 2 സവാള അരിഞ്ഞത്, നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വാട്ടുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, എങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, ഏകദേശം 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വാട്ടുക. ഇനി ചേർക്കാൻ പോകുന്നത് ഉലുവയുടെ ഇല അഥവാ മേത്തി ഇലയാണ് ചേർക്കുന്നത്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഒരു പഞ്ചാബി കറിയുടെ ഒരു സ്പെഷ്യലാണ് ഉലുവയില. അതുപോലെ 3 തക്കാളി ഗ്രേറ്റ് ചെയ്തത്, തോല് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വഴറ്റുക. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ചെറിയ ടീസ്പൂണ് ജീരകപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മസാല തേച്ച് വെച്ച ചിക്കനിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല തേച്ച് വെച്ച പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കിയിട്ട് ഒഴിച്ചെടുക്കാം. ചിക്കന് നന്നായിട്ടൊന്ന് വേവട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കന് വേവിക്കാൻ വയ്ക്കുക. വേവായി വരുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് കേരളീയ തനിമ. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മാറ്റി വെച്ച് തിളക്കട്ടെ. അപ്പോഴേക്കും ഒരു സ്പെഷ്യൽ പാട്ടിയാല മസാല ഉണ്ടാക്കാം. കുറച്ച് ബട്ടർ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ കൂടി ചേർക്കാം. കുറച്ച് ഉലുവ നന്നായിട്ട് ഇളക്കി, ഉലുവ നല്ല ബ്രൗണായി വരുന്ന സമയത്ത് കുറച്ച് ജീരകം, കുറച്ച് ക്രഷ് ചെയ്ത ചില്ലി കൂടി. നല്ല എരിവുള്ളൊരു ഡിഷാട്ടോ. അതാണ് മുളക് പൊടി ഇടയ്ക്കിടയ്ക്ക് പല സമയത്തും ചേർക്കുന്നത്. കുറച്ച് സവാള അരിഞ്ഞത് നന്നായിട്ട് ഇളക്കി വാട്ടുക. കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട്
കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി, കളർഡ് ക്യാപ്സിക്കം മുളക് കട്ട് ചെയ്ത്, ഇനി 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനിയാണ് സ്പെഷ്യലായിട്ടുള്ളത് ഉള്ളി പൊരിച്ചതും കാഷ്യൂ നട്ടും കൂടി ചേർത്ത് അടിച്ചെടുത്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഈ ക്രീം, തേങ്ങാപ്പാൽ ഇതെല്ലാം ചേർക്കുന്നതുകൊണ്ട് എരിവ് അറിയില്ല, എരിവ് കുറവാണ് തോന്നുക. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിക്കാം. അപ്പോഴേ സ്പെഷ്യലായിട്ട് വെറൈറ്റി ഉണ്ടാക്കിയ മസാലയൊക്കെ പിടിക്കണം. ചിക്കന് നല്ല വേവായിട്ടുണ്ട്, കണ്ടില്ലേ? കറി നല്ല തിക്നെസ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് മേത്തി ഉലുവയില കൂടി കട്ട് ചെയ്തത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മുകളിലിട്ട് കൊടുക്കാം. പാട്ടിയാല ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ഒരു പഞ്ചാബി ഡിഷാട്ടോ.